Hi all, welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഗ്രാമർ സെഷനിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ച് അഥവാ ഇഫ് ക്ലോസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ ക്ലാസ്സുകാർക്കും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ്. അത് നമുക്ക് നല്ല എളുപ്പത്തിൽ എങ്ങനെ പഠിച്ചെടുക്കാം, ഈ ക്ലോസിന്റെ ഡിഫറെന്റ് ടൈപ്സും കണ്ടീഷൻസും എല്ലാം നമ്മൾ ഈ വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് ലുക്ക്. കണ്ടീഷണൽ സെന്റൻസസ് എന്നും അതുപോലെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് അഥവാ കണ്ടീഷണൽസ് ഇങ്ങനെ ഡിഫറെന്റ് പേരിൽ നമ്മൾ കണ്ടീഷണൽ സെന്റൻസസിനെ കുറിച്ച് പറയാറുണ്ട്. കണ്ടീഷണൽ സെന്റൻസസിന് തന്നെ പറയുന്ന മറ്റൊരു പേരാണ് ഇഫ് ക്ലോസ്. ഇത് വളരെ സിമ്പിൾ ആണ്, അറ്റ് ദി സെയിം ടൈം കുറച്ച് കൺഫ്യൂസിങ് ആണ്. അപ്പൊ അതിന്റെ പാറ്റേൺ കറക്റ്റ് ആയിട്ട് പഠിച്ചാലാണ് നമുക്ക് ഈസിയർ ആയിട്ട് ഇതിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ ലുക്ക് വാട്ട് ഈസ് എ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്. എന്താണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് അതായത് കണ്ടീഷണൽ സെന്റൻസ് എന്താണെന്നാണ് പറയുന്നത്. കണ്ടീഷണൽ സെന്റൻസസ് ഹാവ് ടു പാർട്സ്, ദ ഇഫ് ക്ലോസ് ആൻഡ് ദ മെയിൻ ക്ലോസ്. ഓരോ കണ്ടീഷണൽ സെന്റൻസസിനും രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഒരു ഇഫ് ക്ലോസിന്റെ ഭാഗവും ദെൻ ആൻഡ് മെയിൻ ക്ലോസ്. ദ ഇഫ് ക്ലോസ് ഇൻട്രൊഡ്യൂസസ് എ കണ്ടീഷൻ ആൻഡ് ദ മെയിൻ ക്ലോസ് ഇസ് ദ റിസൾട്ട് ഓഫ് ദാറ്റ് കണ്ടീഷൻ. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ കണ്ടീഷനിൽ ഇഫ് ക്ലോസ് പാർട്ടിൽ ആദ്യം ഒരു കണ്ടീഷൻ ആണ്, എന്തെങ്കിലും ഒരു കണ്ടീഷൻ പറയും, അതിന് ഈക്വലന്റ് ആയിട്ടുള്ള അതിന്റെ റിസൾട്ട്, ആ കണ്ടീഷന് മാച്ച് ആവുന്ന റിസൾട്ട് ആയിരിക്കും മെയിൻ ക്ലോസിൽ കൊടുത്തിട്ടുണ്ടാവുക. ഇപ്പൊ ഇഫ് ക്ലോസ് എന്ന് പറഞ്ഞാലും കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാലും അഥവാ കണ്ടീഷണൽസ് എന്ന് പറഞ്ഞാലും എല്ലാം എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. Now let's look what are the different types of conditional sentence. ആദ്യം നമ്മൾ എന്താ കണ്ടീഷണൽ സെന്റൻസ് അഥവാ ഇഫ് ക്ലോസ് എന്ന് പറഞ്ഞു, രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും, ഒരു ഇഫ് ക്ലോസും മെയിൻ ക്ലോസും. ഇഫ് ക്ലോസ് പോർഷനിൽ നമ്മൾ ഒരു കണ്ടീഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. മെയിൻ ക്ലോസിൽ എന്തായിരിക്കും, ഈ കണ്ടീഷന്റെ റിസൾട്ട് ആയിട്ടുള്ള ക്ലോസ് ആയിരിക്കും മെയിൻ ക്ലോസിൽ കൊടുത്തിട്ടുണ്ടാവുക. Basically, in English, there are four different types of conditional sentences. They are zero conditional sentences, first conditional sentence, second conditional sentence, and third conditional sentence. ഇതാണ് 4 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് അഥവാ കണ്ടീഷണൽസ് എന്ന് പറയുന്നത്. ഇത് ഓരോന്നും ഓരോ ടൈപ്പായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് ഓരോന്നിനും ഓരോ ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസിയർ ആയിട്ട് തന്നെ ഇഫ് ക്ലോസ് പഠിച്ചെടുക്കാൻ പറ്റും. ഫസ്റ്റ് വൺ, സീറോ കണ്ടീഷണൽ സെന്റൻസ്. ഇഫ് ക്ലോസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. എല്ലാ ക്ലാസ്സുകാർക്കും എക്സാമിന് ഗ്രാമർ സെഷനിൽ വരുന്ന ഒരു ഇതാണ്. നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ സെന്റൻസ് ഫോം ചെയ്യുമ്പോൾ ആവശ്യം വരുന്നതാണ്. അപ്പൊ അതെന്താണെന്ന് ക്ലിയർ ആയിട്ട് നമ്മൾ ആ ഫോർമാറ്റ് പഠിച്ചു വെച്ചാൽ നമുക്ക് എന്താണ് എളുപ്പത്തിൽ തന്നെ അതിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ഇത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് സീറോ കണ്ടീഷണൽ സെന്റൻസ് ആണ്. ആദ്യം എന്താണ് അതിന്റെ ഫോർമാറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ പറഞ്ഞു ഓൾറെഡി, ഇഫ് ക്ലോസിൽ വരുമ്പോൾ രണ്ട് പാർട്ടായിട്ടാണ്, ഇഫ് ക്ലോസിന്റെ പാർട്ടും പിന്നെ അതിന് കണ്ടിന്യൂ ചെയ്ത് വരുന്ന മെയിൻ ക്ലോസിന്റെ പാർട്ടും. അപ്പോൾ സീറോ കണ്ടീഷണൽ സെന്റൻസിൽ ഇഫ് ക്ലോസിന്റെ കൂടെ നമ്മൾ പ്രസന്റ് ടെൻസ് ആണ് ആദ്യം വെക്കുക. അതിനെ ഫോളോ ചെയ്തിട്ട് മെയിൻ ക്ലോസിൽ ഒരു സെന്റൻസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്ക് എന്താണ് സീറോ കണ്ടീഷണൽ സെന്റൻസസ് എന്ന് മനസ്സിലാക്കാം. These sentences are used to express general truth situation such as scientific facts and general habits in which one thing always causes another. എന്താണ് സീറോ കണ്ടീഷണൽ സെന്റൻസസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് നോർമലി എപ്പോഴാണ്, ഏത് സിറ്റുവേഷനിലാണ്, ജനറൽ ട്രൂത്ത് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്താണ് സീറോ കണ്ടീഷണൽ സെന്റൻസ്. അതായത് സയന്റിഫിക് ഫാക്ട്സ് ആവാം, അല്ലെങ്കിൽ പൊതുവായിട്ട് വരുന്ന ജനറൽ ഹാബിറ്റ്സ് ആവാം. അതാണ് നമ്മൾ എന്ത് സീറോ കണ്ടീഷണൽ സെന്റൻസിൽ യൂസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇഫ് ക്ലോസിൽ പറഞ്ഞു രണ്ട് പാർട്ട് ഉണ്ടെന്ന്. അപ്പൊ ഇഫ് ക്ലോസിൽ നമ്മൾ ആദ്യം വെക്കുക ഈ സയന്റിഫിക് ഫാക്ട് ആയിരിക്കും. അതിന്റെ സെക്കൻഡ് പാർട്ടിൽ എന്തായിരിക്കും, ഇതിന് റീസൺ കോസ് ആവുന്നത് എന്താന്നുള്ളത് സെക്കൻഡ് പാർട്ടിൽ വെക്കും. സീറോ കണ്ടീഷണൽ സെന്റൻസ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ സീറോ കണ്ടീഷണൽ സെന്റൻസ് യൂസ് ചെയ്യുന്നത് ഏത് കണ്ടീഷനിലാണോ നമുക്കൊരു ജനറൽ ട്രൂത്ത് സിറ്റുവേഷൻ ഷോ ചെയ്യേണ്ടത്, ഇത് സയന്റിഫിക് ഫാക്ട്സ് ആവാം, ജനറൽ ഹാബിറ്റ്സ് ആവാം, എന്തും ആവാം, അതിന് നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയാണ് സീറോ കണ്ടീഷണൽ സെന്റൻസ് യൂസ് ചെയ്യുക. ഫോർമാറ്റ് അറിയേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഇപ്പോൾ സീറോ കണ്ടീഷണൽ സെന്റൻസിന്റെ ഫോർമാറ്റ്, ഇഫ് പ്ലസ് പ്രസന്റ് ടെൻസ്, പിന്നെ കോമയിട്ട് നമ്മൾ പ്രസന്റ് ടെൻസ്, അതായത് മെയിൻ ക്ലോസിലും എന്താണ് പ്രസന്റ് ടെൻസ് ആണ്. ഇഫിന്റെ കൂടെ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുമ്പോൾ മെയിൻ ക്ലോസിലും നമ്മൾ പ്രസന്റ് ടെൻസ് ആണ് ഫോളോ ചെയ്യേണ്ടത്. ലെറ്റ്സ് ലുക്ക് ആൻ എക്സാമ്പിൾ. If you eat a lot, you put on weight.
എന്താണ് ആ സെന്റൻസിന്റെ അർത്ഥം? നിങ്ങൾ ധാരാളം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് വെയിറ്റ് കൂടും കണ്ടോ. അപ്പൊ ഈഫ് ക്ലോസിന്റെ കൂടെ ഈറ്റ് എന്നുള്ള പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്തത്. പിന്നെ നമ്മൾ അവിടെ ഒരു കോമ ഈഫ് ക്ലോസ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യണം. ഒരു സെന്റൻസിനെ സ്പ്ലിറ്റ് ചെയ്ത് ഈഫ് ക്ലോസ് കഴിഞ്ഞിട്ട് കോമ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള മെയിൻ ക്ലോസ് നമ്മൾ പറയുക. അപ്പൊ ഇവിടെ ഈഫ് ക്ലോസിന്റെ കൂടെ പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട് മെയിൻ ക്ലോസിലും എന്ത് തന്നെ യൂസ് ചെയ്യണം? പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യണം. നെക്സ്റ്റ് എക്സാമ്പിൾ, ഇഫ് യു ഹീറ്റ് വാട്ടർ ടു 100 ഡിഗ്രി സെൽഷ്യസ് ഇറ്റ് ബോയിൽസ്. കണ്ടോ. അപ്പൊ ഇഫിന്റെ കൂടെ ഹീറ്റിനുള്ള പ്രസന്റ് ടെൻസ് കണ്ടീഷൻ, വെള്ളം നിങ്ങൾ ചൂടാക്കുകയാണെങ്കിൽ എവിടെ വരെ 100 ഡിഗ്രി സെൽഷ്യസ് വരെ ഹീറ്റ് ആക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇറ്റ് ബോയിൽസ്. ഇഫ് ക്ലോസ് എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് കോമ സെപ്പറേറ്റ് ചെയ്യാവുന്ന കാര്യം മറക്കരുത്, കോമ ഇടാൻ മറന്നു പോകരുത്. അപ്പൊ ഇതിൽ ഇഫ് ക്ലോസിൽ പ്രസന്റ് ടെൻസ് ആണ് ഇഫ് ക്ലോസിന്റെ കൂടെ, അതുകൊണ്ട് ഫോളോയിങ് മെയിൻ ക്ലോസിലും എന്താണ്? ബോയിൽസ് എന്നുള്ള പ്രസന്റ് ടെൻസ് ഫോം ആണ്. ഇതാണ് ഫസ്റ്റ് ഇൻ ദ കേസ്, അതായത് സീറോ കണ്ടീഷണൽ സെന്റൻസസിനെ എങ്ങനെ ഫോം ചെയ്യാം. സെക്കൻഡ് വൺ, ഫസ്റ്റ് കണ്ടീഷണൽ സെന്റൻസ്. ഇഫ് ക്ലോസിന്റെ സെക്കൻഡ് ഭാഗം. നമ്മൾ ഫസ്റ്റ് കണ്ടീഷണൽ സെന്റൻസ് പറയും, അതിന് തന്നെയാണ് എന്ത്? ഇഫ് ക്ലോസിന്റെ പ്രസന്റ് സിമ്പിൾ ടെൻസിന്റെ കൂടെ യൂസ് ചെയ്യുന്ന ഫോർമാറ്റ് ആണ് അതിൽ വരുന്നത്. അപ്പൊ നമുക്ക് എപ്പോഴാണ് ഈ ഫസ്റ്റ് കണ്ടീഷണൽ സെന്റൻസ് യൂസ് ചെയ്യാൻ നോക്കാം. This is used to express, to talk about a realistic situation in the present or future. പ്രസന്റിലോ ഫ്യൂച്ചറിലോ നടക്കാൻ പോകുന്ന റിയലിസ്റ്റിക് സിറ്റുവേഷൻസിനെ എക്സ്പ്രസ് ചെയ്യേണ്ട സമയത്താണ് നമ്മൾ എന്ത്? ഫസ്റ്റ് കണ്ടീഷണൽ സെന്റൻസസ് യൂസ് ചെയ്യാറ്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമാറ്റ് എന്താണ്? ഇഫ് പ്ലസ് പ്രസന്റ് സിമ്പിൾ ടെൻസ് ഫോളോഡ് ബൈ വിൽ ഓർ ഷാൽ ഓർ മേ പ്ലസ് വെർബ്. ഓരോന്നിന്റെ ഫോർമാറ്റ് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. സിമ്പിൾ ആണ്, അത് കറക്റ്റ് ആയിട്ട് പഠിച്ചാൽ നമുക്ക് ഈസിയർ ആയിട്ട് തന്നെ ഒരു തെറ്റുമില്ലാതെ അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ് ഫസ്റ്റ് കണ്ടീഷണൽ സെന്റൻസ് എന്ന് പറയുന്നത്? ഏത് കേസിലാണോ നമുക്ക് ഒരു റിയലിസ്റ്റിക് സിറ്റുവേഷൻ പ്രസന്റിലോ ഫ്യൂച്ചറിലോ യൂസ് ചെയ്യേണ്ടത്, ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫസ്റ്റ് കണ്ടീഷണൽ സെന്റൻസസ്. ലെറ്റ്സ് ലുക്ക് എക്സാമ്പിൾ. ഇഫ് ഹി സ്റ്റഡീസ് ഹാർഡ് ഹി വിൽ ഡു വെൽ ഇൻ ദി എക്സാം. കണ്ടോ. അപ്പൊ ഇതിൽ ഇഫ് ക്ലോസിന്റെ കൂടെ പ്രസന്റ് സിമ്പിൾ ടെൻസ് ആയ സ്റ്റഡീസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ കോമ യൂസ് ചെയ്തിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്ന മെയിൻ ക്ലോസ് നോക്കുക. നമ്മൾ പറഞ്ഞു കോമ കഴിഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുക ക്വസ്റ്റ്യൻ അനുസരിച്ച്. വില്ലാവാം ഓർ ഷാലാവാം, ക്യാൻ ആവാം, എനിത്തിങ് പ്ലസ് വെർബ്. ഹി വിൽ ഡു വെൽ ഇൻ ദി എക്സാം. എന്താണ് അതിന്റെ അർത്ഥം? അവൻ നന്നായി പഠിക്കുകയാണെങ്കിൽ അവൻ എന്ത് ചെയ്യാൻ പറ്റും? എക്സാം നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് അതിന് വരുന്നത്. ഇഫ് ഹി സ്റ്റഡീസ് ഹാർഡ്, നന്നായി പഠിച്ചാൽ ഹി വിൽ ഡു വെൽ ഇൻ ദി എക്സാം. നമ്മൾ പറഞ്ഞു, നമ്മൾ പ്രസന്റിൽ കാണിക്കാനാവാം ഫ്യൂച്ചറിൽ കാണിക്കാനാവാം. ഇഫ് ക്ലോസിന്റെ കൂടെ എപ്പോഴൊക്കെ പ്രസന്റ് സിമ്പിൾ ടെൻസ് യൂസ് ചെയ്യുന്നോ, റിയലിസ്റ്റിക് സിറ്റുവേഷൻ കാണിക്കാൻ യൂസ് ചെയ്യുന്നോ, അപ്പൊ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഫസ്റ്റ് കണ്ടീഷണൽ സെന്റൻസസ് ആണ് യൂസ് ചെയ്യുക. അനദർ എക്സാമ്പിൾ, ഇഫ് വി അറൈവ് ലൈറ്റ് വി മസ്റ്റ് ഗെറ്റ് എ ടാക്സി. എന്താണ്? നമ്മൾ ലേറ്റ് ആയിട്ടാണ് അറൈവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു ടാക്സി പിടിക്കേണ്ടി വരും. അപ്പൊ ഇഫ് ക്ലോസിന്റെ കൂടെ ഫസ്റ്റ് പ്രസന്റ് സിമ്പിൾ ടെൻസ് അറൈവ് ആണ് വെച്ചിട്ടുള്ളത്. അപ്പൊ കോമ സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് മസ്റ്റ് ഗെറ്റ് എ ടാക്സി. വെർബിന്റെ കൂടെ മേ ഓർ മൈ വിൽ ഏതാണോ നമ്മുടെ ക്വസ്റ്റിന് മാച്ച് ആവുന്നത് അതിനനുസരിച്ച് വേണം നമ്മളത് സെലക്ട് ചെയ്യാൻ. കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എസ്പെഷ്യലി ഹൈസ്കൂളുകാർക്കൊക്കെ ധാരാളം ഇതിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇത് മാത്രമല്ല, ക്വസ്റ്റ്യൻ ടാഗിന്റെയും സിമ്പിൾ ടെൻസിന്റെയും ഒക്കെ വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഹൗ ടു റൈറ്റ് എ ലെറ്റർ എക്സെട്ര. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും ഇടാം. അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഹൗ ടു റൈറ്റ് എ നോട്ടീസ്, അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ഈസിയർ ആയിട്ട് സോൾവ് ചെയ്യാം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഈസിയർ ആയിട്ട് മനസ്സിലാവും. നെക്സ്റ്റ് വൺ, സെക്കൻഡ് കണ്ടീഷണൽ സെന്റൻസസ്. എന്താണ് സെക്കൻഡ് കണ്ടീഷണൽ സെന്റൻസസ്? ദിസ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ്, to talk about improbable or impossible situation in the present or future. എപ്പോഴാണ് നമ്മൾ സെക്കൻഡ് കണ്ടീഷണൽ സെന്റൻസസ് യൂസ് ചെയ്യുക? ഏത് കേസിലാണ് നമുക്ക് ഇമ്പോസിബിൾ, പ്രസന്റിലാവാം ഫ്യൂച്ചറിലാവാം, ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യുന്നത്, ആ കേസിലാണ് എന്ത്? നമ്മൾ സെക്കൻഡ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യാറ്. ലുക്ക് അറ്റ് ദ ഫോർമാറ്റ്. ഇഫ് പ്ലസ് പാസ്റ്റ് സിമ്പിൾ ടെൻസ്, കോമ ഫോളോഡ് ബൈ വുഡ് ഓർ കുഡ് പ്ലസ് വെർബ്. ഇഫിന്റെ കൂടെ ഇത് സെക്കൻഡ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ് യൂസ് ചെയ്യുക. പാസ്റ്റ് സിമ്പിൾ ടെൻസ് അതിന് നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന മെയിൻ ക്ലോസിൽ എന്ത് യൂസ് ചെയ്യണം? നേരത്തെ വില്ല് ഷാലാണ് പറഞ്ഞെങ്കിൽ ഇവിടെ എന്താവും? പാസ്റ്റ് ആയതുകൊണ്ട് തന്നെ വുഡ് ഓർ കുഡ് പ്ലസ് വെർബ് ഫോം. ലെറ്റ്സ് ലുക്ക് ആൻ എക്സാമ്പിൾ. ഇഫ് ഐ ഹാഡ് മോർ ടൈം ഐ വുഡ് എക്സസൈസ് മോർ. എനിക്ക്
കൂടുതൽ സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൂടുതലായിട്ട് എക്സസൈസ് ചെയ്തേനെ. അതാണ് സെന്റൻസിന്റെ മീനിങ്. അപ്പൊ ഇഫ് ക്ലോസിന്റെ കൂടെ പാസ്റ്റ് സിമ്പിൾ ടെൻസ് ഹാഡ് കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ അതിന് കോമ ഫോളോ ചെയ്തിട്ട് വുഡ് ആണ്. പാസ്റ്റ് കാണുമ്പോൾ ശ്രദ്ധിക്കണം, ബില്ല് കൊണ്ട് ചേർക്കരുത്. പാസ്റ്റ് സിമ്പിൾ ടെൻസിന്റെ കൂടെ എപ്പോഴും വുഡ് ഓർ കുഡ് ഓർ പ്ലസ് വെർബ് ഫോം. എന്തേ സെന്റൻസിനകത്ത് എനിക്ക് കൂടുതൽ സമയം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എക്സസൈസ് ചെയ്തേനെ. എനിക്ക് സമയവും ഇല്ല, ഞാൻ എക്സസൈസും ചെയ്തിട്ടില്ല. അതൊരു നെഗറ്റീവ് മീനിങ്ങിലാണ്. എനിക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ, കൂടുതൽ നേരം എക്സസൈസ് ചെയ്തേനെ. അപ്പൊ അങ്ങനത്തെ ഒരു കണ്ടീഷൻ പ്രസന്റിലോ ഫ്യൂച്ചറിലോ ആയിട്ടുള്ള ഇമ്പോസിബിൾ കണ്ടീഷൻ എക്സ്പ്രസ് ചെയ്യേണ്ട കേസിലാണ് നമ്മൾ സെക്കൻഡ് കണ്ടീഷൻ സെന്റൻസസ് യൂസ് ചെയ്യാറ്. നെക്സ്റ്റ് എക്സാമ്പിൾ, ഇഫ് ഐ വർ റിച്ച് ഐ വുഡ് സ്പെൻഡ് ഓൾ മൈ ടൈം ട്രാവലിംഗ്. എന്താണ് അതിന്റെ അർത്ഥം? ഞാൻ റിച്ച് ആയിരുന്നെങ്കിൽ ഞാൻ എന്റെ എല്ലാ സമയവും ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തേനെ. ഞാൻ റിച്ച് ആണോ? അല്ല. സ്പെൻഡ് ചെയ്യുന്നുണ്ടോ ട്രാവൽ ചെയ്യാൻ? ഇല്ല. രണ്ടും ഇല്ല. പക്ഷെ പറയാണ് ഇഫ് ഐ വർ റിച്ച്, ഇഫിന്റെ കൂടെ പോസിബിൾ ടെൻസ് യൂസ് ചെയ്യാണ്. ഞാൻ റിച്ച് ആയിരുന്നെങ്കിൽ ഐ വുഡ് സ്പെൻഡ് ഓൾ മൈ ടൈം ഇൻ ട്രാവലിംഗ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇമ്പോസിബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ അഥവാ ഇംപ്രോബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ പ്രസന്റിലോ ഫ്യൂച്ചറിലോ ഡിനോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സെക്കൻഡ് കണ്ടീഷണൽ സെന്റൻസസ്. ഗ്രാമർ സെഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഗ്രാമർ ടിപ്സ്, ഇംഗ്ലീഷ് ഗ്രാമർ ടിപ്സിന്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും ഇടാം. നിങ്ങൾ ആ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് എത്ര ഈസിയർ ആയിട്ട് ഗ്രാമറിൽ മാർക്ക് സ്കോർ ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. അതിൽ നമ്മൾ ധാരാളം ടിപ്സ് ഓരോ കണ്ടീഷനും വരുമ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് ഈസിയർ ആയിട്ട് അത് ഐഡന്റിഫൈ ചെയ്ത് മാർക്ക് വാങ്ങാം എന്നുള്ളതിനുള്ളത് ഓരോ ഗ്രാമർ ടിപ്സ് വീഡിയോസിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് വൺ, തേർഡ് കണ്ടീഷണൽ സെന്റൻസസ്. We use third conditional to talk about impossible situation as in the second conditional in the past. നമ്മൾ നേരത്തെ പറഞ്ഞ സെക്കൻഡ് കണ്ടീഷണൽ സെന്റൻസും തേർഡ് കണ്ടീഷണൽ സെന്റൻസും കൂടി മിസ്സായി പോകരുത്. അവിടെ നമ്മൾ പറഞ്ഞു പാസ്റ്റിലോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലോ നടക്കാൻ പോകുന്ന ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇഫ് ഐ വർ റിച്ച് ഐ വുഡ് ട്രാവൽ, എനിക്ക് ഫുൾ ടൈം ഞാൻ ട്രാവലിങ്ങിന് കൊടുത്തേനെ എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല പറയുന്നത്. തേർഡ് കണ്ടീഷണൽ സെന്റൻസസ് നമ്മൾ യൂസ് ചെയ്യുന്നതും ഇമ്പോസിബിൾ സിറ്റുവേഷൻസിനെ കുറിച്ച് പറയാൻ തന്നെയാണ്. പക്ഷെ സെക്കൻഡ് കണ്ടീഷൻ എന്തിലായിരിക്കും? പാസ്റ്റിലായിരിക്കും. നമ്മളിത് നോർമലി യൂസ് ചെയ്യുന്നത് യൂസ് ദ തേർഡ് കണ്ടീഷൻ ടു ഡിസ്ക്രൈബ് റിഗ്രറ്റ്സ്. അയ്യോ ശരിയായി പോയില്ല, റിഗ്രറ്റ്സിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് തേർഡ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യാറ്. നമുക്ക് അതിന്റെ ഫോർമാറ്റ് നോക്കാം. ഇഫ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഫോളോഡ് ബൈ വുഡ് ഹാവ് or could have plus past participle form. ഇതാണ് അതിന്റെ ഫോർമാറ്റ്. ഇമ്പോർട്ടന്റ് ആണ്. ഇഫ് ക്ലോസിന്റെ കൂടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നു, കോമ ഇട്ടിട്ട് ഫോളോ ചെയ്യുന്നത് നമ്മൾ എന്താണ്? would have or could have plus past participle form of the verb. തേർഡ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യുന്നതും ഇമ്പോസിബിൾ സിറ്റുവേഷൻസിനെ കാണിക്കാനാണ്. മെയിൻലി റിഗ്രറ്റ്സ് ഡിനോട്ട് ചെയ്യാനാണ് നമ്മൾ തേർഡ് കണ്ടീഷണൽ സെന്റൻസസ് യൂസ് ചെയ്യുക. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. If we had left earlier, we would have arrived on time. എന്താണ് സെന്റൻസിന്റെ മീനിങ്? If we had left earlier, നമ്മൾ earlier നേരത്തെ പോയിരുന്നെങ്കിൽ, ലെഫ്റ്റ് ആയിരുന്നെങ്കിൽ we would have arrived on time, നമ്മൾ സമയത്തിന് എത്തിയേനെ. അപ്പൊ നമ്മൾ ഏർലിയർ ആയിട്ട് ലെഫ്റ്റ് ആവൂല്ല, ലെഫ്റ്റ് ചെയ്തൂല്ല, എന്താണ് സമയത്തിനിട്ട് എത്തിയൂല്ല. അപ്പൊ നമ്മളൊരു റിഗ്രറ്റ്സ് ഡിനോട്ട് ചെയ്യണം ആണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? തേർഡ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യുന്നത്. സ്ഥിരം പരീക്ഷയ്ക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ആണ്. ഒന്നെങ്കിൽ ഈ ക്ലോസിന്റെ അവിടെ ഡാഷ് ഇട്ടിട്ട് തരും, അല്ലെങ്കിൽ മെയിൻ ക്ലോസിന്റെ അവിടെ ഡാഷ് ഇട്ടിട്ട് തരും. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആകും. എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ കാണാറുണ്ട് ഏതാണ് അവിടെ കറക്റ്റ്. ഹാസ്, ഹാവ്, ഹാഡ് ഒക്കെ കൂടി ഇട്ടിട്ട് അവർ തരും. അപ്പൊ നമുക്ക് ആകെ കൺഫ്യൂഷനോ എന്താ കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ കൺഫ്യൂഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ഇത് മാത്രം നോക്കിയാൽ മതി, തേർഡ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണോ എന്ന് അറിയാൻ. ഇമ്പോസിബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണോ പറയുന്നത്, അതുപോലെ റിഗ്രറ്റ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണോ സെന്റൻസ് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ തേർഡ് കണ്ടീഷണൽ സെന്റൻസിന്റെ ഫോർമാറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഫോർമാറ്റ് എന്ന്. ഇഫിന്റെ കൂടെ പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഫോളോഡ് ബൈ വുഡ് ഹാവ് ഓർ കുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഏതെങ്കിലും ഒന്നേ വെക്കാവോ, ഒന്നെങ്കിൽ വുഡ് ഹാവ് വെക്കുക അല്ലെങ്കിൽ കുഡ് ഹാവ് വെക്കുക. രണ്ടും കൂടി വെക്കരുത്, അങ്ങനെ ചെയ്യില്ല എന്ന് വിചാരിക്കുന്നു. രണ്ടും കൂടി വെച്ചാൽ ആൻസർ തെറ്റും. ഏതെങ്കിലും ഒന്ന് നമ്മുടെ സെന്റൻസിന് മാച്ച് ആവുന്നത് ഏതാണോ അത് വെക്കുക. നെക്സ്റ്റ് എക്സാമ്പിൾ, ഇഫ് ദേ ഹാഡ് ബുക്ക്ഡ് ഏർലിയർ ദേ കുഡ് ഹാവ് ഫൗണ്ട് ബെറ്റർ സീറ്റ്സ്. കണ്ടോ, അവർ നേരത്തെ ബുക്ക് ചെയ്തിരുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? ബെറ്റർ സീറ്റ്സ് ഫൗണ്ട് ഔട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ അവർ സീറ്റ്സ് നേരത്തെ ബുക്ക് ചെയ്തൂല്ല, അവർക്ക് എന്താണ് ബെറ്റർ സീറ്റ് കിട്ടിയൂല്ല. അപ്പൊ രണ്ടും എന്താണ് ഇമ്പോസിബിൾ സിറ്റുവേഷൻ ആണ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് എ റിഗ്രറ്റ് ഓൾസോ.
അപ്പൊ ഇത് രണ്ടും കൂടി കോമ്പിനേഷൻ വരുന്ന കേസിലാണ് നമ്മൾ തേർഡ് കണ്ടീഷണൽ സെന്റൻസ് യൂസ് ചെയ്യേണ്ടത്. ഇങ്ങനത്തെ സെന്റൻസ് വരുമ്പോൾ ആദ്യം നടന്ന പാസ്റ്റിന്റെ കൂടെ ഹാഡ് ചേർക്കുക, മറ്റേത് നമ്മൾ കുഡ് ഹാവ് ചേർക്കുക. ഇത് തിരിച്ചും വരാറുണ്ട്. ഫസ്റ്റ് ഇത് വന്നിട്ട് ഇഫ് സ്റ്റേറ്റ്മെന്റ്സിന്റെ കൂടെ ഇപ്പുറത്തും സിമ്പിൾ ചെയ്തിട്ട് വരാറുണ്ട്. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഏത് ഫോർമാറ്റ് ആണ് നമ്മൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ, നമ്മൾ പഠിച്ചിട്ടുള്ള സെന്റൻസുകളിൽ ഏതാണെന്ന് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ ഫോർമാറ്റ് യൂസ് ചെയ്താൽ മതി. സ്ഥിരം പരീക്ഷയ്ക്ക് വരാറുണ്ട് യൂസിങ് കണ്ടീഷണൽസ് ഫിൽ ഇൻ ദ ഫോളോയിങ് സെന്റൻസസ്, അങ്ങനെ വരാറുണ്ട്. ഇഫ് ക്ലോസ് യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ദ സെന്റൻസ് എന്ന് പറഞ്ഞിട്ട് പല രീതിയിൽ എല്ലാ സിലബസുകാർക്കും കോമൺ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ഇഫ് ക്ലോസ്. അപ്പൊ അത് സിമ്പിൾ ആണ്, പക്ഷെ കൺഫ്യൂസിങ് ആണ്. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഈ 4 കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് എന്താണ്, എപ്പോഴൊക്കെയാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നതെന്ന് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ യൂസ്ഫുൾ ആവാൻ നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചു കാണാം. എക്സാമിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ഇത്രയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കണ്ടീഷണൽ സെന്റൻസ്. കണ്ടീഷണൽസ് മാത്രം പറഞ്ഞു ചോദിച്ചാലും ഇഫ് ക്ലോസ് എന്ന് പറഞ്ഞാലും എല്ലാം എന്ത് തന്നെയാണ്, സെയിം ആണ്. നമ്മൾ പറഞ്ഞു എപ്പോഴും ഇതിന് 2 ഭാഗമാണ് ഉണ്ടാവുക, ഒരു മെയിൻ പാർട്ടും ഒരു ഇഫ് പാർട്ടും. അപ്പൊ ഇഫ് പാർട്ടിൽ ഒരു കണ്ടീഷൻ വെക്കും, അതിന് ഇക്വലന്റ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും മെയിൻ ക്ലോസിൽ കൊടുക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യം, ഇഫ് ക്ലോസിന് സെപ്പറേറ്റ് ചെയ്യാൻ കോമ ഇടണം. കോമ ഇട്ടില്ലെങ്കിൽ മാർക്ക് കിട്ടില്ല. ഇഫ് ക്ലോസ് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ഏതാണോ ടെൻസ് യൂസ് ചെയ്തത് അത് കഴിഞ്ഞാൽ കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം ബാക്കി മെയിൻ ക്ലോസ് യൂസ് ചെയ്യാൻ. ഈ 4 കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സും ജസ്റ്റ് വായിക്കുക, പഠിക്കുക, ഫോർമാറ്റ് ഒന്ന് വെക്കുക, ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തെറ്റാതെ 4 ഫോർമാറ്റും മനസ്സിലായിരിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, യൂസ്ഫുൾ ആയാൽ, ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.